നമസ്കാരം, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ഫാദർ അപ്പോൾ ഒരു ഫ്രാക്ചറായി, അതായത് നിലത്തോട്ടൊന്ന് വീണതുപോലെ ഇരുന്നതുപോലെ ആയിട്ടുള്ളൂ. പക്ഷേ ഇരുന്ന് കഴിഞ്ഞ് നോക്കി, ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. ഉടനെ ഓർത്തോപീഡിക്സ് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിനകത്ത് ഫീമർ, അതായത് ഈ കാലിലെ മെയിൻ ബോണിൻ്റെ നെക്കിൽ വെച്ച്, നെക്ക് ഓഫ് ഫീമർ, അവിടെ വെച്ചാണ് ഇത് ഒടിഞ്ഞിട്ടുണ്ട്, ഈ എല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അവർക്ക് തന്നെ അതിശയം തോന്നി, ചെറുതായിട്ടൊന്ന് കസേരയിൽ ഇരുന്നിട്ട് താഴോട്ടൊന്ന് ഇരുന്നതുപോലെ ഉള്ളൂ, ഫ്രാക്ചർ വന്നല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിങ്ങനെ സാധാരണ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ട്, അതിൻ്റെ കൂടെ ഇത് വരാൻ സാധ്യതയുണ്ട്. ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. ആ ഫ്രാക്ചർ അത് അവർ ട്രീറ്റ് ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു, ട്രീറ്റ് ചെയ്തു. എന്നാൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടറും ഓർത്തോപീഡിക്സ് ഡോക്ടറും പറഞ്ഞു. ഇങ്ങനെ കണ്ടുപിടിച്ച ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ടെസ്റ്റുകളും നോക്കി, അതിനകത്ത് PSA നോക്കിയപ്പം 100-ൽ കൂടുതലാണ്. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്തു. അതിൽ നിന്നൊരു ബയോപ്സി പ്രോസ്റ്റേറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്രോസ്റ്റേറ്റ് വളരെ എൻലാർജ്ഡ് ആയിരുന്നു, ഇച്ചിരി ഹാർഡായിട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ബയോപ്സി എടുത്ത് നോക്കിയപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പറയാനുള്ള കാരണം, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മിസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധാരണയായിട്ടിത് സ്പ്രെഡ് ചെയ്യുന്ന ബോണിലോട്ടാണ്. മറ്റേ ലിവറിലോ മറ്റ് സ്ഥലങ്ങളിലോ ലങ്സിലോ ഒക്കെ പോകുന്നതിനെക്കാട്ടിൽ മുമ്പായിട്ട് ഇത് ആദ്യം ബോണിലോട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പം മറ്റ് സിംറ്റംസ് ഒന്നും കാണണമെന്നില്ല, ഈ ലിവറിലുണ്ടാകുന്ന സിംറ്റംസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകണമെന്നില്ല. ഈ ബോണിൽ ഇത് വന്നു കഴിഞ്ഞു, നമ്മളത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ബോണിൻ്റെ കട്ടി കുറയും. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എന്തെങ്കിലും കാലൊന്ന് മടങ്ങിയാൽ തന്നെ ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഫ്രാക്ചറിന് പത്തോളജിക്കൽ ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. ഈ ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി പിന്നെ നമ്മൾ ഈ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കാനും പറ്റും. ഈ ഫ്രാക്ചർ ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് പിന്നെയും ചിലപ്പോൾ ഈ ചെറിയ ഈ തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ചെറിയ ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല റിലീഫ് ഉണ്ടാകും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതൊരു സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു, അതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞത്. സ്റ്റേജ് 1-ലോ 2-ലോ ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.